സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അവസാനിപ്പിച്ചപ്പോൾ ചാകരയുടെ സ്വപ്നങ്ങൾ നെയ്ത് മത്സ്യത്തൊഴിലാളികൾ ആഴക്കടലിലേക്ക് കുതിച്ചു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെട്ടതടക്കമുള്ള എല്ലാ പ്രയാസങ്ങളും മറികടക്കാൻ കടൽ ഇക്കുറി കനിയുമെന്ന പ്രതീക്ഷയിലാണ് ബോട്ടുടമകളും തൊഴിലാളികളും. അടുത്ത ദിവസങ്ങളിലായി കൂടുതൽ മഴ ലഭിച്ചതും ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. കടലിലേക്ക് പുറപ്പെടുന്ന കന്നിയാത്രയ്ക്ക് കാലാവസ്ഥ തടസ്സമാകുമോ എന്ന ആശങ്കയിലായിരുന്നു തൊഴിലാളികൾ. നിലവിലെ പ്രതികൂല കാലാവസ്ഥയിൽ ബോട്ടുകൾ കടലിലേക്ക് പുറപ്പെടുമെന്ന കാര്യത്തിൽ ബുധനാഴ്ച ഉച്ചവരെ അനിശ്ചിതത്വം നിലനിന്നിരുന്നു. കേന്ദ്ര കാലാവസ്ഥാ മുന്നറിയിപ്പ് പ്രകാരം കടലിൽ കാറ്റിന് സാധ്യതയുണ്ടെന്ന വിവരം കൂടി ലഭിച്ചതോടെ മത്സ്യത്തൊഴിലാളികളും ബോട്ട് ഉടമകളും ആശയക്കുഴപ്പത്തിലായി. തുടർന്ന് ബോട്ടുടമകളുടെ സംഘങ്ങളും തൊഴിലാളികളും അധികൃതരിൽ നിന്നും വിവരങ്ങൾ ആരാഞ്ഞു. നിശ്ചയിച്ച പോലെ ബുധനാഴ്ച രാത്രി തന്നെ മത്സ്യബന്ധനത്തിന് പുറപ്പെടാനുള്ള തീരുമാനത്തിലെത്തുകയായിരുന്നു. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ നാട്ടിലേക്ക് മടങ്ങിയ അന്തർ സംസ്ഥാന തൊഴിലാളികളിൽ ഭൂരിഭാഗവും തിരികെ എത്തി ജോലിയിൽ പ്രവേശിച്ചു. ആധുനിക സജ്ജീകരണങ്ങളുള്ള വലിയ ബോട്ടുകളാണ് രാത്രി 12 മണിയോടെ മീൻപിടുത്തത്തിനായി പുറപ്പെട്ടത്. ജില്ലയിൽ ബേപ്പൂർ, പുതിയാപ്പ, കൊയിലാണ്ടി, ചോമ്പാല എന്നിവിടങ്ങളിലായി ചെറുതും വലുതുമായി രജിസ്റ്റർ ചെയ്ത 1250-ലധികം യന്ത്രവൽകൃത ബോട്ടുകളാണ് ഉള്ളത്. ഇവയിൽ 650 എണ്ണവും ബേപ്പൂരിലാണ്. 300-ലേറെ പുതിയാപ്പയിലും ഉണ്ട്. മത്സ്യത്തൊഴിലാളികളുടെയും ബോട്ടുടമകളുടെയും ആവശ്യം പരിഗണിച്ച് ഡീസൽ ബങ്കുകൾ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ തുറന്നു പ്രവർത്തിക്കാൻ ഫിഷറീസ് വകുപ്പ് പ്രത്യേകം അനുവാദം നൽകിയിരുന്നു. വലിയ ബോട്ടിൽ 3000 മുതൽ 3500 ലിറ്റർ ഡീസൽ, 300 മുതൽ 500 ബ്ലോക്ക് ഐസ്, 5000 ലിറ്റർ ശുദ്ധജലം എന്നിവയാണ് ആവശ്യം. ഒരു ബോട്ടിൽ ഡീസലും ഐസും നിറയ്ക്കാൻ കുറഞ്ഞത് 3 മണിക്കൂർ വീതം വേണ്ടിവരും. ഇതിനാലാണ് ഫിഷറീസ് അധികൃതർ ഡീസൽ ബങ്കുകൾ നേരത്തെ തുറക്കാൻ അനുമതി നൽകിയത്. ഇതോടെ ഹാർബറിലെ പമ്പുകളിൽ വ്യാഴാഴ്ച രാവിലെ മുതൽ തിരക്കായിരുന്നു. ന്യൂസ് ഡെസ്ക്, കോഴിക്കോട് വിഷൻ.